ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 67 സമസ്യാപൂരണം. ഭാഗം 67 സമസ്യാപൂരണം ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരത്തെ കുളത്തൂരിൽ വളരെ പുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു. കോലത്തുകര ഭഗവതി ക്ഷേത്രമെന്ന് പ്രസിദ്ധമായിരുന്ന ആ ക്ഷേത്രത്തിൻ്റെ പരിസരം വൻ വൃക്ഷങ്ങൾ ഇടതിങ്ങി ഒരു വനത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചിരുന്നു. കാവും കുളവും ആൽത്തറയും മാടൻതറയും ഒക്കെ കൊണ്ട് പഴമ ഏറെയുള്ളൊരു ക്ഷേത്രമായിരുന്നു അത്. ജന്തുബലി അവിടുത്തെ ഒരു പ്രധാന വഴിപാടായിരുന്നു. ദേവിയിൽ ഭക്തിയും ഭയവുമുള്ള ജനങ്ങളുടെ ആ അന്ധവിശ്വാസ ജടിലമായ പൂജാവിധി നിർത്തൽ ചെയ്തത് ഗുരുദേവനാണ്. 1893 മാർച്ച് 27 ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുവാനായി എത്തിച്ചേർന്ന ഗുരുദേവൻ അവിടെയുണ്ടായിരുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠ ഇളക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. അപ്പോൾ ഭയം കൊണ്ട് ചിലരെല്ലാം പിന്നിലേക്ക് മാറിപ്പോയി. എന്നാൽ അതിന് ധൈര്യം കാണിച്ചു വന്ന ചിലർക്കാകട്ടെ വളരെ ശ്രമിച്ചിട്ടും ആ ബിംബം ഇളക്കി മാറ്റുവാൻ സാധിച്ചതുമില്ല. അത് കണ്ടിട്ട് ഗുരുദേവൻ ശ്രീകോവിലിനുള്ളിലേക്ക് കയറി ഒരു കൈകൊണ്ട് ആ ഭഗവതി വിഗ്രഹത്തെ അനായാസം ഇളക്കിയെടുത്ത് പുറത്തു നിന്നവരെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം കൽപ്പിച്ചു: ഇത് ചുറ്റമ്പലത്തിൻ്റെ വടക്കു ഭാഗത്ത് ഇരുന്നു കൊള്ളട്ടെ, അവിടെ പൂജയൊന്നും ചെയ്യരുത്. അതിനുശേഷം കൃഷ്ണശിലയിൽ തീർത്തു വച്ചിരുന്ന ഒരു ശിവലിംഗം പുതിയ ശ്രീകോവിലിന് അടിസ്ഥാനം നിശ്ചയിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയും അഭിഷേകം നടത്തുകയും ചെയ്തു. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് അവിടെ ശ്രീകോവിലിൻ്റെ നിർമ്മാണം നടന്നത്. ഗുരുദേവൻ കൽപ്പിച്ച പുതിയ ആരാധനാ സമ്പ്രദായം വന്നതോടെ അവിടെ ജന്തുബലി തുടങ്ങിയ അപരിഷ്കൃതമായ പൂജാ സമ്പ്രദായങ്ങളെല്ലാം നിലച്ചു. ഒരു ദിവസം ഗുരുദേവൻ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ് കായ്ക്കരയിലെ പെരുങ്കുഴി നാരായണൻ്റെ മകൻ കുമാരൻ അവിടെ എത്തി. അക്കാലത്ത് അധ്യാപനം തൊഴിലാക്കിയിരുന്നതുകൊണ്ട് കുമാരനെ കുമാരനാശാൻ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. കുമാരനോട് കവിതാരചനയെക്കുറിച്ചൊക്കെ ഗുരുദേവൻ ഓരോന്ന് ചോദിച്ചു. താൻ രചിച്ച കുറേ കവിതകളടങ്ങിയ ഒരു കടലാസ് കെട്ടെടുത്ത് കുമാരൻ ഗുരുദേവൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഉദ്വേഗത്തോടെ മാറി നിന്നു. ഗുരുദേവൻ അതിൽ ചിലതെല്ലാം മറിച്ചു നോക്കി മന്ദസ്മിതം തൂകി. എന്നിട്ട് കുമാരനെ നോക്കിയിട്ട് ഒരു നിമിഷ കവിതയുണ്ടാക്കി ഇപ്രകാരം ചൊല്ലി: കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ഇതിൻ്റെ ബാക്കി ഭാഗം കുമാരന് പൂരിപ്പിക്കാമോ? ഗുരുവിൻ്റെ വാത്സല്യത്തിൽ പൊതിഞ്ഞ നോട്ടവും ചോദ്യവും കുമാരൻ്റെ ഹൃദയത്തെ മുമ്പില്ലാത്ത വിധം ഭാവാത്മകവും പ്രസാദാത്മകവുമാക്കി. തൊട്ടടുത്ത നിമിഷത്തിൽ കുമാരൻ ഇങ്ങനെ ചൊല്ലി: കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. കുമാരൻ്റെ അനായാസേനയുള്ള ആ സമസ്യാപൂരണം ഗുരുദേവന് ഏറെ ഇഷ്ടമായി. കുമാരനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് മൊഴിഞ്ഞു: ഇനി ഋങ്കാരപദ്യങ്ങൾ അമിതമായി എഴുതരുത്, അത് നന്നല്ല. പാഹി പാഹി പരമാനന്ദ പ്രഭോ, പാഹി മാം ഗുരു നാരായണ പ്രഭോ, പാഹി മാം ബ്രഹ്മജ്ഞാന സ്വരൂപനാം ശ്രീനാരായണമൂർത്തേ മഹാഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 67 സമസ്യാപൂരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.